ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മലബാർ ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ. മലബാർ ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്ക്രീൻ റെക്കോർഡിംഗ് ഇൻ PC. അതെ, എല്ലാവരും അതിൽ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വോയിസും കൂടെ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു എല്ലാവരുടെയും ഡൗട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആ ഒരു ഡൗട്ട് എല്ലാവരുടെയും ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് നമ്മളെ എന്താ പറയുക സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സ്പീഡിലൊന്ന് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോ ഇതിൽ പറയുന്നുണ്ട്, വോയിസിൻ്റെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മീഡിയയിൽ പോയിട്ട് ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ഡെസ്ക്ടോപ്പ് ആക്കി കൊടുക്കുക. ഡിസൈഡ് ഫ്രെയിം റേറ്റ് 20 ആക്കി കൊടുക്കുക. എന്നിട്ട് പ്ലേയിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗൺ ആണ്. ആ ഡ്രോപ്പ് ഡൗണിൽ കൺവേർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിൽ കയറിയിട്ട് നമ്മൾ ആകെ ഒന്നും ചെയ്യേണ്ട, ആ ബ്രൗസ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്കറിയാം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ 1 by 1 സ്റ്റെപ്സ് ആയിട്ട് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഓഡിയോയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ സേവ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോൻ്റെ ലൊക്കേഷൻ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ സേവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ എന്താണ് നടക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് ഇനി എന്ത് വേണം, വോയിസും കൂടെ വേണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ഞാൻ എൻ്റെ മെഷീനിൻ്റെ വിൻഡോസിൻ്റെ സിസ്റ്റമാണ്. ഞാൻ വിൻഡോസിൽ നമുക്ക് സൗണ്ട് റെക്കോർഡർ ഡീഫോൾട്ട് ആയിട്ടുണ്ടാവും. ഞാൻ സൗണ്ട് റെക്കോർഡറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സൗണ്ട് റെക്കോർഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വോയിസിനെയും കൂടെ ഈ സെയിം ടൈം നമ്മൾ എപ്പോഴാണോ നമ്മൾ VLC മീഡിയ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് സെയിം ടൈം മീൻസ് ആ സ്റ്റാർട്ട് കൊടുത്തു കഴിയുന്ന സെയിം ടൈം നമുക്ക് ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം സാധനം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. വോയിസും കിട്ടും, അതേപോലെ തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. നമ്മൾ എന്താണോ റെക്കോർഡ് ചെയ്യുന്നത് ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് വോയിസും കൂടെ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെയും തമ്മിൽ മെർജ് ചെയ്തെടുക്കാം. വെച്ചാൽ വോയിസിനെയും വീഡിയോനും തമ്മിൽ മെർജ് ചെയ്തെടുക്കാം. അതും VLC മീഡിയ പ്ലെയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, സൗണ്ട് റെക്കോർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം നമ്മളത് VLC മീഡിയ പ്ലെയറിൻ്റെ ലൊക്കേഷൻ കൊടുത്തു അവിടെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മളെ VLCൻ്റെ ഐക്കൺ വെച്ചിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കറൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് VLC മീഡിയ പ്ലെയർ വെച്ചിട്ടാണ്. അതേപോലെ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിക്കാനുള്ള മെർജ് ചെയ്യാനുള്ള വീഡിയോയും ചെയ്തിരിക്കുന്നത് സെയിം. അപ്പം ഞാനിതിപ്പോൾ സാധാരണ ടീച്ചേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഈ കൊറോണ ടൈമിലൊക്കെ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വേർഡ് പാഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിന്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ വോയിസും കൂടെ മെർജ് ചെയ്ത് വരുന്ന സമയത്ത് എങ്ങനെ വരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് പാഡ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സംസാരിക്കുന്ന ഓഡിയോയും സേവ് ആവുന്നുണ്ട്. ഞാൻ ഓഡിയോ സേവ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ കാണിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഫസ്റ്റ് VLCൻ്റെ വീഡിയോയ്ക്ക് മാത്രമേ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓഡിയോയ്ക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് റെക്കോർഡറിൽ നമ്മൾ എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സമയത്താണ് ലൊക്കേഷൻ ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെയിം ലൊക്കേഷനിലേക്ക് തന്നെ ഈ ഒരു ഓഡിയോയും കൂടെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ അപ്പം ഞാനതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെഡ്ഫോൺ ഐക്കൺ കാണാൻ നമ്മളിപ്പം സംസാരിച്ചിരിക്കുന്ന ഓഡിയോ. മറ്റേത് ഇപ്പം നമ്മൾ VLCൻ്റെ ഐക്കൺ മാറിയിട്ട് നമ്മൾ ഇമേജിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സംഭവം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഓഡിയോ ശരിയായിട്ടുണ്ട്. അപ്പം രണ്ടും വെവ്വേറെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി എന്ത് വേണം,
നമ്മുടെ ഓഡിയോയും വീഡിയോയും മേർജ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഓഡിയോയും വീഡിയോയും തമ്മിൽ മേർജ് ചെയ്യാൻ യൂസ് സെയിം മീഡിയ പ്ലെയർ തന്നെയാണ്. നമ്മൾ VLC മീഡിയ പ്ലെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറും അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, VLC മീഡിയ പ്ലെയർ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മീഡിയ എന്ന ഓപ്ഷൻ ഒന്നുകൂടി എടുക്കുക. അതിൽ നമ്മൾ ഏറ്റവും താഴെ നിന്ന് 4th ഓപ്ഷൻ കൺവേർട്ട് ബാർ സേവ്, കൺട്രോൾ ആറാണ് അതിൻ്റെ ഷോർട്ട് കട്ട്, കാണുന്നില്ലേ? ഓക്കെ, കൺവേർട്ട് ബാർ സേവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പപ്പ് വരും. അതിൽ നമുക്ക് ഫയൽ ടാബാണ് സെലക്ട് ആയിരിക്കില്ല, അതിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ നേരത്തെ VLC റെക്കോർഡിങ്ങിൻ്റെ ഫോൾഡറിലേക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ ഇരിക്കുന്ന വീഡിയോ ഞാനങ്ങ് സെലക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്തെടുത്തു. ഓക്കെ, അത് നമ്മളവിടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു ഇതിൻ്റെ ലാസ്റ്റ് ഷോ മോർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഓപ്ഷൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ക്യാഷിങ്, സ്റ്റാർട്ട് ടൈം, പ്ലേ അനദർ മീഡിയ സിങ്ക്രണസ്ലി, എക്സ്ട്രാ ഫയൽ. യെസ്, നമ്മൾ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഒരു ഓപ്ഷൻ കൂടെ കാണുന്നില്ലേ, സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് വേണ്ട, നമ്മൾ ചിലപ്പം ലാഗ് ചെയ്ത് പോകുമല്ലോ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ, ഫസ്റ്റ് കുറച്ച് ടൈം നമുക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, കട്ട് ചെയ്യാൻ ഇത്ര സമയം മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ 5 സെക്കൻഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ജസ്റ്റ് അടുത്ത ഓപ്ഷൻ ഞാൻ പ്ലേ അനദർ മീഡിയ സിങ്ക്രണസ്ലി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ മീഡിയ, നമ്മുടെ ഓഡിയോ ഫയലാണ് നമ്മുടെ എക്സ്ട്രാ മീഡിയ. അതിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്ട്രാ ഫയൽ, വോയിസ് ഫയൽ, നേരത്തെ സെലക്ട് വെച്ചിരിക്കുന്ന വോയിസ് ഫയലും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വോയിസ് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ടൈം കുറയ്ക്കാം. നമ്മൾ ചിലപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്ലാങ്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, വോയിസിൻ്റെ ഈ സമയത്തൊക്കെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ടൈമിൽ ഒഴിവാക്കി കൊടുക്കാം. എവിടെ നിന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്ഥലം വരെയാണ് എന്നുള്ള പോർഷനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടൈം ഞാൻ ഇവിടെ ഒരു 5 സെക്കൻഡ്സ് കൊടുത്താലോ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ 2 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ സെലക്ട് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ മെല്ലെ പോകാൻ കാരണം മറ്റേത് നമ്മൾ ഓൾറെഡി വീഡിയോ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ആൻഡ് സേവ് ബട്ടൺ ഇല്ലേ, അതിൽ കൺവേർട്ട് അങ്ങ് കൊടുക്കാം. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്താ വേണ്ടത്, നമുക്കിത് സേവ് ആവാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ വേണം. ഓക്കെ, ഞാൻ സെയിം ലൊക്കേഷൻ സെലക്ട് ചെയ്യും. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഞാൻ സെയിം VLC റെക്കോർഡിംഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോൾഡർ സെലക്ട് ചെയ്ത് മേർജ്ഡ് VLC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വോയിസും വീഡിയോയും കൂടെ മേർജ് ചെയ്യുന്ന ഫയലിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്ട്രീമിംഗ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ഇനിയിപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സെക്കൻഡ്സ് ഇങ്ങനെ പോകുന്നത്, കണ്ടില്ലേ? അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ സൈസിനനുസരിച്ച്, വീഡിയോയും ഓഡിയോ സൈസിനനുസരിച്ചും ഇതിൻ്റെ ടൈം കൂടും. ഞാനിപ്പം ചെറിയ ബിറ്റ് നിങ്ങൾക്ക് ഇടയിൽ കാണിക്കാൻ കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം ഓഡിയോയും വീഡിയോയും മെർജ് ആവുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റി. ആദ്യമേ ചെറിയൊരു ബിറ്റ് എടുത്താൽ മതി, ഇത്രയും നേരം എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഡൗട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അത് കംപ്ലീറ്റ് ചെയ്യണവരെ ഈ സ്ക്രീൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ 1 minute 20 seconds ഉണ്ട്. ആ 1 minute 20 seconds കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാമല്ലോ, ബ്ലൂ ടാബ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ല. ഓക്കെ, അതിനെല്ലാം ഇടയിൽ ഞാൻ എങ്ങനെയാണ് സൗണ്ട് റെക്കോർഡർ എടുത്തു എന്നുള്ള ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഹോമിൽ പോയിട്ടൊന്ന് നമ്മളെ സൗണ്ട് റെക്കോർഡർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ സൗണ്ട് റെക്കോർഡർ വന്നിരിക്കുന്നത്. ഇതായിരുന്നു ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതിനെ കൊണ്ട് എനിക്കൊരു ഡൗട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡൗട്ട് വന്നു. എന്തായാലും ഇവിടെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലോ. ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാനിത് ഈ ടാബ് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് കംപ്ലീറ്റ് ആയി ഫുള്ളായി കഴിഞ്ഞാൽ സെയിം ലൊക്കേഷനിൽ പോയി നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡെസ്ക്ടോപ്പിൽ ഞാൻ VLC മീഡിയ പ്ലെയറിന് വേണ്ടിയിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, മേർജ്ഡ് VLC എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ യെസ്, ഇവിടെ മേർജ് VLC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു VLCൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? യെസ്, ഇതാണ് നമ്മുടെ ഫയൽ.
സൗണ്ട് റെക്കോർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം നമ്മളത് ആ വീഡിയോ VLC മീഡിയ പ്ലെയറിന് ലൊക്കേഷൻ കൊടുത്തു അവിടെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ VLCൻ്റെ ഐക്കൺ വെച്ചിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കറൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് VLC മീഡിയ പ്ലെയർ വെച്ചിട്ടാണ്. അതേപോലെ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിക്കാനുള്ള മെർജ് ചെയ്യാനുള്ള വീഡിയോയും ചെയ്തിരിക്കുന്നത് സെയിം. അപ്പം ഞാനിതിപ്പോൾ സാധാരണ ടീച്ചേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഈ കൊറോണ ടൈമിലൊക്കെ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വേർഡ് പാഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ വോയിസും കൂടെ മേർജ് ചെയ്ത് വരുന്ന സമയത്ത് എങ്ങനെ വരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് പാഡ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സംസാരിക്കുന്ന ഓഡിയോയും സേവ് ആവുന്നുണ്ട്. ഈ ഓഡിയോ സേവ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ കാണിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഫസ്റ്റ് VLCൻ്റെ വീഡിയോയ്ക്ക് മാത്രമേ ലൊക്കേഷൻ